നമസ്കാരം. മദ്യവും മയക്കുമരുന്നും എത്രയോ കുടുംബങ്ങളെയാണ് തകർത്തത്. എത്രയോ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത്. നോക്കൂ ആ യുവാവിനെ, മയക്കുമരുന്നിൻ അടിമയായ അവനെ പിതാവ് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ തല, എൻ്റെ തല ഇപ്പൊ പൊട്ടിത്തെറിക്കൂയി. പഴയ ഒരു സിറിഞ്ചെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതിലെ അവസാന തുള്ളി മതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കും. ചോര. അച്ഛാ, വാതിൽ തുറക്കാനാ പറഞ്ഞത്. എടാ, വാതിൽ തുറക്ക്. നിങ്ങളിത് കണ്ടോ? ഞാൻ അയാളുടെ ഒരേ ഒരു മകനാ. അയാൾ എന്നെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ തല, എൻ്റെ കഴുത്ത്, എൻ്റെ തല. അയ്യോ. ഈ സമയം അവൻ്റെ മുറിക്കപ്പുറത്ത് ഞാൻ നിങ്ങളെ കാല് പിടിക്കാം, അവൻക്കൊരൽപ്പം ചോറെങ്കിലും കൊടുത്തോട്ടെ. നീ എന്ത് പറഞ്ഞാലും നടക്കില്ല. പേ പിടിച്ച നായാണ് അവൻ. ചോറ് കൊടുക്കാൻ പോയ നിന്നെ പോലും അവൻ തിരിച്ചറിയുന്നു വരില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവൻ്റെ അമ്മയല്ലേ. ഒരമ്മ മകനെ സ്നേഹിച്ച് വളർത്തി വഷളാക്കിയത് നീയല്ലേ. മറുനാട്ടിൽ എല്ലും മുറുകെ പണിയെടുക്കുമ്പോഴും എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. നമ്മുടെ മകൻ പഠിച്ച് വളർന്ന് വലുതായി നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന്. അതിപ്പോ നിങ്ങൾ വിഷമിക്കാതെ, എങ്ങനെ വിഷമിക്കാതെ ഇരിക്കും മടി? +2 വരെ എന്ത് നന്നായി പഠിച്ചവനായിരുന്നു അവൻ. ആ നശിച്ച കോളേജ്, ആ നശിച്ച കൂട്ടുകെട്ട്, അതിൽ പെട്ടില്ലായിരുന്നെങ്കിൽ. മോൻ്റെ മുറിയിൽ നിന്ന് കുറച്ച് നേരമായി അനക്കൊന്നും കേൾക്കുന്നില്ല. അതൊന്ന് പോയി തുറന്നു നോക്കുമോ? അവൻ തളർന്നുറങ്ങി കാണും. ഇപ്പോൾ കാണിക്കുന്ന ശ്രദ്ധ ഒന്നും നിനക്ക് അപ്പോഴുണ്ടായിരുന്നെങ്കിൽ നീ അവൻ്റെ ഓരോ നീക്കവും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. അതെങ്ങനെയാണ് മകനെ സ്നേഹിച്ച് അവൻ്റെ കുരുത്തക്കേടിനൊക്കെ കൂട്ടി നിനക്കുമില്ല ഇതിൽ പങ്ക്. എന്നോട് ക്ഷമിക്കണം. ഒറ്റ മോനല്ലേ എന്ന് വിചാരിച്ചു, സ്നേഹിച്ചു, വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അവൻ ആയുധമായെടുത്തത്. ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളിൽ ഒരു വിശ്വാസമുണ്ടാവും. ആ വിശ്വാസം എന്ന് തീരുന്നോ അവിടെ തീരുമെല്ലാം. എടി, എൻ്റെ ഫോൺ റിങ് ചെയ്യണ്ട, ഒന്ന് പോയി എടുത്തേ. പോലീസുകാരൻ രാമേട്ടനാണല്ലോ. അതെന്താ ഇപ്പോ? ആണോ? ഹലോ രാമേട്ട, എന്താ? ആണോ? വേണ്ട രാമേട്ട, വേണ്ട. അവർ വരട്ടെ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നാണല്ലോ. ശരി. എന്താ? എനിക്കും കൂടി ഒന്ന് അറിയണം. എന്താണെന്നല്ലേ? നിന്റെ പൊന്നാര മോനും കൂട്ടുകാരും കൂടി ഒരു പെൺകുട്ടിയെ, ആ കുഞ്ഞിന്ന് രാവിലെ മരിച്ചു. പോലീസുകാർ വരട്ടെ. അയ്യോ, പോലീസുകാർ വന്ന എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കില്ലേ? ജയിലിടും. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നാണല്ലോ. എൻ്റെ കുഞ്ഞ് ജയിലിൽ നിന്നെങ്കിലും നന്നാവണമേ. നന്ദി, നമസ്കാരം.